Hi dears, Assalamualaikum. Welcome back to our channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂക്കാരുടെ പ്രിയപ്പെട്ട അപ്പായിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ ഞാൻ ഈ ഒരു മുട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും മുട്ട ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത് നോക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ കൊണ്ടൊന്ന് കുതിർന്നിട്ട് വരും. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് മാവ് അരച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമോളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ ഫസ്റ്റ് നമ്മളിത് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു കപ്പ് അരിയല്ലേ ഇട്ടത്, അതേ ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് ഞാൻ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ മട്ടരി ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഞാൻ ഈ ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആകെ ഒരു അരി കുതിർത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ കയ്യിൽ അരി കുതിർത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടെയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മാവിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി അങ്ങ് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ മൈദ അങ്ങനെ കട്ട കുത്തിയിട്ട് നിൽക്കും. അപ്പോൾ അതൊന്നും ഒട്ടും പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു കട്ടൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളോ അങ്ങനെ തരികളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശക്കൊക്കെ പാരൂലേ ആ ഒരു അളവിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മാവിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത്. ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കൂലേ, ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാനിതൊരു ഭംഗിയായിട്ട് കിട്ടുമല്ലോ ഇതിൽ ഒഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഓയിലോ വെളിച്ചെണ്ണ ഏതും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ നല്ല ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗം അങ്ങ് കളറൊക്കെ ചേഞ്ച് ആയിട്ട് പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ആ ഒരു താഴ്ഭാഗം ആയി വന്നിട്ടുണ്ട് കേട്ടോ. കളർക്ക് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സൈഡൊക്കെ വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡ് വിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പം തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി.
സൈഡ് വിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടി ഒന്നങ്ങ് വേവിച്ചെടുക്കുക. ആ ഒരു താഴ്ഭാഗം ആയി വന്നപ്പോൾ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഏകദേശം അങ്ങ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങ് ഫ്ലെയിം കൂട്ടിയിട്ട് ഇടരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറും ചേഞ്ച് ആവും, അതുപോലെ തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലും ആക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ആ ഒരു താഴ്ഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ അങ്ങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതങ്ങ് കോരിയെടുക്കുകയാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ എണ്ണ കുറ്റി പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കൊട്ടയിലേക്ക് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ആ എണ്ണക്ക് അതിന്ന് കൂടുതലായിട്ടുള്ള എണ്ണക്ക് അങ്ങ് ഉറ്റി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അധികം എണ്ണ അങ്ങ് അതിൽ പിടിക്കില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എണ്ണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കിച്ചൺ ടവലിൽ അങ്ങ് അബ്സോർബായി പോവുകയും ചെയ്തോളും. അപ്പോൾ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും എണ്ണ ഉള്ള ഐറ്റംസുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് അങ്ങ് കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള മാവും ഇതേപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറമെ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ ഫിഷ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. നമുക്ക് ഈ ഒരു മുട്ടയപ്പം ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ ന്യൂ വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.